സംസ്ഥാന സർക്കാർ എനിക്ക് തോന്നുന്നത് 6 തവണ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരുന്നു. പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് CBI ഇത് ഏറ്റെടുക്കാതെ പോയതെന്നുള്ളത് ബന്ധപ്പെട്ട ഏജൻസികളാണ് വ്യക്തമാക്കേണ്ടത്. രാഷ്ട്രീയമായി പറയുമ്പോൾ CBI അന്വേഷണത്തെ ഇപ്പോൾ BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. നിങ്ങൾ തന്നെ കുമ്മനത്തോട് നേരത്തെ ചോദിച്ച ചോദ്യം വെച്ച് ഇത് രാഷ്ട്രീയമാണ്, മറ്റു പല താല്പര്യങ്ങളാണ് ഒക്കെ എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് മാറാട്, ഈ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ മുറിവുണങ്ങി അവിടെ വലിയ തോതിലുള്ള സമാധാനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണമെന്ന ജാഗ്രതയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഫിറോസ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കേൾക്കും താങ്കൾക്കെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഈ 6 തവണ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചത് VS സർക്കാരല്ലേ? ആന്റണി സർക്കാരും UDF-ന്റെ ഭരണകാലത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചിട്ടുണ്ട്. ശരി, ഞാൻ മറ്റതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ശ്രീ കുമ്മനം, BJP CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. കോടതിയെ സമീപിച്ച താങ്കൾ ഒരു ഘട്ടത്തിൽ പിൻവാങ്ങുകയുണ്ടായി. AK ആന്റണിയുടെ കാലത്ത് അന്നത്തെ UDF സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. 3 കാര്യങ്ങളിലും ചുരുക്കം വാക്കുകളിൽ മറുപടി. ഇതിൽ വസ്തുതാപരമായ എന്തെങ്കിലും പിശകുണ്ടോ എന്നറിയാനാണ്. അല്ല, 2003 ഒക്ടോബർ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി AK ആന്റണിയുടെ വീട്ടിൽ വെച്ച് തന്നെ അന്ന് PK കുഞ്ഞാലിക്കുട്ടിയും മന്ത്രി മുനീറും അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മാറാട് അരയ സമാജത്തിൻ്റെ സെക്രട്ടറിയും ഞാനും എല്ലാവരുടെ കൂടി ഈ കാര്യം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്തപ്പോൾ 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് 9 ആവശ്യങ്ങളും ഗവൺമെൻറ് അംഗീകരിച്ചു, 2 കൂട്ടരും അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. 10ാമത്തെ ഈ CBI അന്വേഷണം വേണം എന്നൊരു വിഷയം വന്നപ്പോഴാണ് ചർച്ച അലസുന്നു. അത് കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും CBI അന്വേഷണം എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് ഒരു ഒത്തുതീർപ്പെത്താൻ പോകാതെ ആ സന്ദർഭത്തിലും വളരെ ശക്തമായിട്ട് CBI അന്വേഷണത്തിന് വേണ്ടി നിലകൊണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ചർച്ചയിൽ പറഞ്ഞു, അവസാനം ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ശരി അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം അറിയട്ടെ എന്ന് പറഞ്ഞ് ചർച്ച അന്ന് പിരിയുകയാണ്. പക്ഷേ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാട് നീളെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, മാറാട് അരിയ സമാജമാണ്. ഇന്നേ വരെ ആ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല, ഒരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഉപദേശം തേടുന്നു, അതിനുശേഷം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടോ ഇല്ലയോ സാർ? കേന്ദ്രത്തിന് ഇത്തരത്തിൽ കത്തയച്ചിട്ടുള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ ശിവരാജ് പട്ടേലാണ്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സഹമന്ത്രി, ആഭ്യന്തര സഹമന്ത്രി. ഇനി ശ്രീ കുമ്മനം, ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. കോടതിയെ സമീപിക്കുകയും ഒരു ഘട്ടത്തിൽ താങ്കൾ പിൻവാങ്ങുകയും ചെയ്തു എന്ന് കുളക്കാടൻ മൂസ ഹാജി പറഞ്ഞു എന്നാണ് ഫിറോസ് കേട്ടതായി പറയുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കുറ്റപത്രം, അതായത് സെഷൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് CBI അന്വേഷണം നടത്തണം എന്നുള്ളൊരു പരാതി കോടതിയിലുണ്ടായിരുന്നു. അന്ന് ആ കോടതി ഇത് പരിഗണിച്ച സന്ദർഭത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന അന്നത്തെ IG നേരിട്ട് വന്ന് ഹാജരായി പറഞ്ഞു, നാളെ ഞങ്ങൾ 2 ദിവസത്തിനകം ഈ ഘട്ടത്തിൽ CBIയുടെ അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും പിൻവലിച്ചിട്ടില്ല. വേണു, ഈ ചർച്ചയുടെ ഒരു പൊതു പരിസരത്ത് നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ വേണുവിൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു കൂട്ടക്കൊലയാണ്. 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിലും തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുൻകൂട്ടി നല്ല പരിശീലനം ലഭിച്ച വളരെ സംഘടിതമായി കൊല ചെയ്യാൻ കഴിയുന്ന ഒരു റാപ്പിഡ് ആക്ഷൻ ഗ്രൂപ്പ് പോലെയാണ് ഈ സംഘം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംസ്ഥാനാന്തര ബന്ധങ്ങൾ, സാർവദേശീയ തലത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്, ഇതെല്ലാം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ വളരെ വിശദാംശങ്ങളോടുകൂടി വന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള പ്രധാനപ്പെട്ടൊരു ശുപാർശ നടത്തിയത്. ആ ശുപാർശ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയായിട്ട് അന്നത്തെ UPA സർക്കാരിനോട് CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്.
ഇവിടെ ഈ ചർച്ചയിൽ കുമ്മനവും ഫിറോസും വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഒരർത്ഥത്തിൽ നല്ലതായിരിക്കാം. പക്ഷേ ചരിത്രത്തിലെ അസന്ധിഗ്ധങ്ങളായ ചില വസ്തുതകളെ ഈ രണ്ടാളുകൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എൻ്റെ ശ്രോതാക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അറിയിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. CBI എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വന്ന ഒരു പെറ്റീഷൻ ശ്യാമളാദേവിയുടേതായിരുന്നു. 2 മക്കൾ നഷ്ടപ്പെട്ട, മാറാട് കൂട്ടക്കൊലയിൽ 2 മക്കൾ നഷ്ടപ്പെട്ട പുഷ്പരാജിൻ്റെയും സന്തോഷിൻ്റെയും അമ്മയാണ് ശ്യാമളാദേവി. ആ ശ്യാമളാദേവിയുടെ കേസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് CS ബാബു എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകൻ ഈ കേസിൽ കക്ഷി ചേരുന്നത്. അങ്ങനെ അദ്ദേഹം കക്ഷി ചേർന്നുകൊണ്ടാണ് ഈ കേസിനൊരു ടേണിംഗ് ഉണ്ടാക്കുന്നത്. എന്താണത്? ഈ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം തന്നെ ഒരു ഘട്ടത്തിലെത്തുകയാണെന്നും അതുകൊണ്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ CBI അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് BJP തന്നെ സ്വയം എത്തിച്ചേർന്നോ എന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലും BJPക്കകത്തും തന്നെ ഉയർന്നു വന്ന വിവാദങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പ്രശ്നം ഇപ്പോൾ ഈ കേസ് മാറാട് കൂട്ടക്കൊല കേസ് എന്ന് പറയുന്നത്, ആ കൊലക്കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പ്രതി ചേർക്കപ്പെട്ട ആളുകൾ. പക്ഷേ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനാന്തര ബന്ധങ്ങൾ, സാർവദേശീയ ബന്ധങ്ങൾ, ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇതിന് ഫണ്ട് എത്തിച്ചു കൊടുത്ത സാമ്പത്തിക സോഴ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം. അത് നമ്മുടെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സമൂഹത്തിൽ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വളരെ സ്തോഭജനകമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇതിലെ യഥാർത്ഥ സ്രോതസ്, യഥാർത്ഥ ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ കണ്ടെത്തണം. ആ അർത്ഥത്തിൽ CBI അന്വേഷണം എന്നത് CPM നേരത്തെ തന്നെ ഉന്നയിക്കുകയും ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത് വളരെയേറെ സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് കാണുന്നത്. ശ്രീ KT, 2004 ജൂലൈ 16 അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറാട് ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ മൊഴി നൽകുന്നത്. കമ്മീഷൻ ചോദിക്കുകയാണ്, 2003 സംഭവങ്ങളെ സംബന്ധിച്ച് CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ടോ? പിണറായിയുടെ മറുപടി, വളരെ വ്യക്തമായ നിലപാട് CPMന് നേരത്തെ തന്നെ ഉണ്ട്. അത് CBI അന്വേഷണം വേണ്ട എന്നാണ്. ഇവിടെ CBI അന്വേഷണം RSS, BJP എന്നിവരൊക്കെയാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തെ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. ആ ഉത്തരവാദിത്തം CBIയെ ഏൽപ്പിക്കുന്നതിനോട് CPMന് യോജിപ്പില്ല. എന്തുകൊണ്ടാകാം KT? അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരമൊരു വർഗീയ സംഘർഷമുണ്ടായ പ്രദേശത്ത് സാമുദായികമായ വിഭജനമുണ്ടാക്കാനുള്ള വളരെ മോശപ്പെട്ട ഒരു സമീപനമാണ് RSSൻ്റെയും BJPയുടെയും ഭാഗത്തുണ്ടായത്. അന്നത്തെ കേന്ദ്രമന്ത്രിമാർ, അന്നത്തെ പ്രവീൺ തൊഗാഡിയെ പോലുള്ള VHP നേതാക്കൾ ഇവരെല്ലാം തന്നെ ഈ പ്രശ്നത്തെ ആളിക്കത്തിക്കുകയും CBI അന്വേഷണത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ വേട്ടയാടാനുള്ള പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനം അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിഭജിക്കപ്പെടുകയും ഓടിക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് മുസ്ലിം ക്യാമ്പുകളായി മാറേണ്ടി വരികയും ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നാണ് CPM അവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയെല്ലാം ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള സമീപനം സ്വീകരിച്ചത്. സമാനമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ ശക്തിപ്പെടുന്നു എന്ന BJP സർക്കാരിന്റെ സമാനമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ ശക്തിപ്പെടുന്നു എന്ന വിശകലനമുള്ളൊരു പാർട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴും. ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിൽ കൂടുതൽ തീവ്ര സ്വഭാവത്തിലുള്ള, കൂടുതൽ വിഭാഗീയ സ്വഭാവത്തിലുള്ള ഭരണകൂടമാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമാണ് നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലിരിക്കുന്ന അന്വേഷണ ഏജൻസി ഇതിപ്പോൾ അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? അന്ന് പിന്നെ കുറഞ്ഞപക്ഷം വാജ്പേയി ആണല്ലോ പ്രധാനമന്ത്രി. അതിൽ വരുന്ന വിഷയം വേണു, അതിൽ വരുന്ന വിഷയം അതൊരു തർക്കത്തിൻ്റെ പ്രശ്നമല്ല. ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ കൃത്യമായിട്ട് ഈ കൂട്ടക്കൊലക്ക് പിറകിലുള്ള സംസ്ഥാനാന്തര ബന്ധങ്ങൾ, ഇതിന് പണം എത്തിച്ചു കൊടുക്കുന്ന വൈദേശിക ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു. അത് അന്വേഷിക്കണമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് തുടർച്ചയായി കത്തെഴുതിയത്. ആന്റണിയല്ല, അത് ഫിറോസിന് തെറ്റുപറ്റിയതാണ്. ഞാൻ തിരികെ എത്താം. ആ ചോദ്യം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ തിരികെ എത്താം KT. ശ്രീ TG മോഹൻദാസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ NP ചെക്കുട്ടി, ഇവിടെ CPMന് ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അവകാശവാദം എന്നത് ഞങ്ങൾ 6 തവണ കത്തയച്ചു കേന്ദ്രത്തിന് എന്നാണ്. 2 സംഭവങ്ങളാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്ന നിലയിൽ. ഒന്ന്, അന്നത്തെ ആന്റണി സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു എന്നതാണ്. അതിലൊരു തന്ത്രമുണ്ടായിരുന്നില്ലേ സാർ? അതായത് CBI അന്വേഷണം എന്ന ആവശ്യത്തെ നിയമപരമായി പ്രതിരോധിക്കുന്ന ഒരു സർക്കാർ പദ്ധതിയല്ലേ ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന രൂപേണ വന്നത്? ഒന്ന്, CPM അന്ന് അതിന് അനുകൂലമായൊരു നിലപാട് എടുക്കുകയുണ്ടായി. ഇപ്പോൾ മാറി ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ശ്രീ KTക്ക് വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, KT ആവർത്തിക്കുന്നത് 6 തവണത്തെ കത്തെഴുത്താണ്.
അതൊരു ചട്ടപ്പടി പ്രവർത്തനം മാത്രമായിരുന്നില്ലേ ശ്രീ എൻ പി ചെക്കുട്ടി ഈ കത്തയച്ചുകൊണ്ടിരിക്കുക എന്നത്? അതിനപ്പുറത്തേക്കുള്ള വലിയ സമ്മർദ്ദങ്ങളിലേക്കൊന്നും പോയില്ല എന്ന് മാത്രമല്ല, ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകുന്നു, CBI വിമുഖത കാട്ടുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ. പക്ഷേ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അനന്തമായി നീണ്ടുപോവുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിലുള്ള CPM-ന്റെ പ്രതിജ്ഞാബദ്ധത എത്രത്തോളമായിരുന്നു ശ്രീ ചെക്കുട്ടി? ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ CPM-ന്റെ ഒരു കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സമയമാണ്. ഞാൻ അന്ന് ഒരു ചാനലിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, CPM-ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതോട് അന്ന് യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ യോജിപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഒന്ന് കേന്ദ്രത്തിലുള്ള ഭരണകക്ഷി അത് ഉപയോഗിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അന്നൊരു ചർച്ചയുണ്ടായിരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ച് അന്ന് AK ആൻ്റണി അസംബ്ലിയിൽ വളരെ ഗൗരവത്തോടുകൂടി ചോദ്യം ചോദിച്ചിരുന്നു. അതൊരു വസ്തുതയാണ്. ആ പ്രതികളിൽ ഒരു വലിയ പങ്കിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലം, ഇടതുപക്ഷ പശ്ചാത്തലമാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത് വരുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ളത് വസ്തുതയാണ്. ഈ സാഹചര്യങ്ങളാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത്. പിന്നീട് ഇപ്പോൾ അവർ നിലപാട് ഇടത് സ്വഭാവമുള്ള വിഭാഗം ആരാണെന്ന് പറയാം? ആ കേസിൽ പ്രതികളായി വന്നതിൽ ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഒരു ജനവിഭാഗം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളാണ് അന്ന് AK ആൻ്റണി വളരെ പരസ്യമായി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അന്നും ഇന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഇന്നിപ്പോൾ അവർ അന്തർദേശീയ എന്താ പറയുക ഗൂഢാലോചനയെക്കുറിച്ചും FM-നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ പറയാതിരുന്നത്? കാരണം അവരുടെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ക്രെഡിബിലിറ്റി വളരെയേറെ താണു പോയൊരു സന്ദർഭമായിരുന്നു അത്. ആ ഒരു റിയാലിറ്റി നമ്മൾ കാണാതിരുന്നുകൊണ്ട്, അതുകൊണ്ടാണ് അന്ന് അവർ CBI വേണ്ട എന്ന് പറഞ്ഞുള്ളത്. ശ്രീ TG മോഹൻദാസ്, ഈ കൊളക്കാടൻ മൂസ ഹാജി എന്നൊരൊറ്റ വ്യക്തി ഇങ്ങനെ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷണം വേണം, ഇതിൽ അന്വേഷണ കമ്മീഷന്റെ ശുപാർശകൾ കണ്ടില്ല, എത്ര ഗൗരവതരം. കേരളത്തിലെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ഈ